Your time starts now. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ ഹരിപ്രസാദാണ്. ഞാൻ കന്യാകുമാരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ഏജിങ് സയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കാം. വാർദ്ധക്യം, ഏജിങ് അല്ലെ വാർദ്ധക്യം എന്ന് പറയുന്നു. വാർദ്ധക്യം കൊണ്ട് എന്ത് സംഭവിക്കും? വാർദ്ധക്യം കാരണം വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിക്കും. ഉദാഹരണം: പ്രമേഹം, അർബുദം, സന്ധിവാതം, നാഡീശോഷണം. അപ്പോൾ വാർദ്ധക്യം കൂടുന്തോറും നമുക്ക് അസുഖങ്ങൾ കൂടുകയാണെങ്കിൽ അതിന് പ്രയോജനമില്ലല്ലോ. അപ്പൊ ശരിക്കും നമ്മുടെ ലക്ഷ്യം എന്താണ്? രോഗങ്ങളുടെ ആരംഭം വൈകിപ്പിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ വാർദ്ധക്യത്തിന്റെ ജീവശാസ്ത്രപരമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? സാധാരണ നമ്മൾ പഠിച്ചേക്കുന്നത് ടീലോമറിന്റെ നീളം കുറയുമ്പോൾ, അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച കോശങ്ങളുടെ ശേഖരണങ്ങൾ വർദ്ധിക്കുമ്പോൾ, മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തന വൈകല്യം മൂലം, കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ പരാജയം, വിട്ടുമാറാത്ത വീക്കം അല്ലെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതൊക്കെയാണ് സാധാരണ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. പക്ഷേ ഈ ലക്ഷണത്തിനെ എല്ലാം എതിരായിട്ട് ഒരു സിദ്ധാന്തമുണ്ട്. നമ്മൾ സാധാരണ ബുക്കുകളിൽ പഠിച്ചേക്കുന്നത് എങ്ങനെയാ? DNA-ക്ക് എന്തെങ്കിലും തകരാറ് പറ്റുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യം അനുഭവിക്കുന്നത്. പക്ഷേ ഈ സിദ്ധാന്തം, എപ്പിജനറ്റിക് വിവര സിദ്ധാന്തം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ എപ്പിജനറ്റിക് ഇൻഫോർമേഷൻ തിയറി അനുസരിച്ച് എപ്പിജീനോമിക് അസ്ഥിരതയാണ് വാർദ്ധക്യത്തിന് പ്രധാന കാരണം. ജീനോം സ്ഥിരമാണ്, എന്നാൽ എപ്പിജീനോം കാലക്രമേണ ക്ഷയിക്കുന്നു. അപ്പോൾ കോശങ്ങൾ അവയുടെ തനിമ അഥവാ സ്വത്വം നഷ്ടപ്പെടുന്നു. ഇതെങ്ങനെയാ വെച്ചാ ക്ലോണിംഗ് ആണ് ഏറ്റവും വലിയ ഉദാഹരണം. പ്രായമേറുമ്പോഴും DNA വലിയ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നു. ന്യൂക്ലിയസിന് പഴക്കമുണ്ടെങ്കിലും ക്ലോണിങ്ങിലൂടെ സാധാരണ ആയുർദൈർഘ്യം സാധ്യമാണെന്ന് തെളിയുന്നു. ഞാനിവിടെ കാണിച്ചേക്കുന്ന പടത്തില് സ്നപ്പി എന്ന് പറയുന്ന നായയാണ്. നായനെ ക്ലോൺ ചെയ്തു. അപ്പൊ സാധാരണ മറ്റേ DNA-യുടെ തിയറി വെച്ച് പറഞ്ഞാൽ അതിന്റെ ആയുർദൈർഘ്യം കുറയുന്നതാണ്. പക്ഷേ ഈ ക്ലോൺ ചെയ്ത മൃഗങ്ങളെ, എക്സാമ്പിൾ സ്നപ്പി, അതിന് സാധാരണ ആയുർദൈർഘ്യമാണ്. സ്നപ്പിക്ക് 10-ാം വയസ്സിലാണ് സ്നപ്പി ചത്തുപോയത്. അത് സാധാരണ ഒരു നായയുടെ ആയുർദൈർഘ്യമാണ്. അപ്പൊ ഇതിന് കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആയുർദൈർഘ്യത്തിന് എപ്പിജനറ്റിക് നോയ്സ് അഥവാ അപാധകൾ അടിഞ്ഞുകൂടുന്നു. DNA-യിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ പരിഹരിക്കാൻ ക്രൊമാറ്റിൻ തുറക്കേണ്ടതുണ്ട്. ഈ പരിഹാര പ്രക്രിയ എപ്പിജനറ്റിക് അടയാളങ്ങളിൽ മാറ്റം വരുത്തുന്നു. അപൂർണമായ പുനഃക്രമീകരണം കാലക്രമേണ കൂടുന്നു. അപ്പൊ ഹിസ്റ്റോണുകളുടെ സ്ഥാനം തെറ്റുന്നു. DNA മിഥൈനേഷൻ പിഴവുകൾ സംഭവിക്കുന്നു. അപ്പോൾ ജൈവികമായ പ്രായം എങ്ങനെ അളക്കാം? സാധാരണ ഇപ്പൊ 20 വയസ്സുള്ള കുറെ പേരുണ്ടെങ്കിൽ ഇവർക്ക് പലവർക്കും പല പ്രായക്കാരായി ജൈവികമായിട്ട്. അപ്പൊ നമ്മളിതെങ്ങനെ അളക്കാം എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അതെങ്ങനെയാ വെച്ചാ DNA മിഥൈലേഷൻ ക്ലോക്കുകൾ ഒരു ഉദാഹരണമാണ്. ഫോർവാർഡ് ക്ലോക്ക്, അത് ജൈവികമായ പ്രായം പ്രവചിക്കുന്നു. ഇതിന്റെ ഒരു ഉദാഹരണമാണ് എലികളിൽ വാർദ്ധക്യം വേഗത്തിലാകുന്ന ഒരു മാതൃകയാണിത്. ക്രോമസോമുകൾ ആവർത്തിച്ച് അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായി. ഇതിലൂടെ ജൈവികമായ പ്രായം 50% വർദ്ധിച്ചു. ദീർഘായുസ് നൽകുന്ന ജൈവവഴികൾ. ശാരീരിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ റിപ്പയർ മോഡ് പ്രവർത്തനക്ഷമമാക്കുന്നു. അതിനർത്ഥം സ്ട്രെസ് എന്ന് പറയുമ്പോൾ മെന്റൽ സ്ട്രെസ് അല്ല, ഫിസിക്കലി സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ റിപ്പയർ മോഡ് ഓൺ ആകുമ്പോൾ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡ്യൂസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പിന്നെ റിപ്പയർ ആൻഡ് ലോഞ്ചിറ്റിവിറ്റി മോഡുണ്ട്. നമ്മൾ ഇതിനകത്തത്തെ വേണ്ടത് റിപ്പയർ ആൻഡ് ലോഞ്ചിറ്റിവിറ്റി മോഡാണ്. അതിനെ പ്രവർത്തനത്തിലാക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ സിർട്വിൻസ്, AMPK, mTOR. ജീവിതശൈലികൾ എന്തൊക്കെ നമ്മൾ മാറ്റേണ്ടി വരുന്നു? അതിനർത്ഥം ജീവിതശൈലി ക്രമീകരണങ്ങൾ. ആദ്യം DNA-ക്ക് നാശം സംഭവിക്കുന്നത് ഒഴിവാക്കുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ, സൂര്യാഘാതമൊക്കെ നോക്കുക, എക്സ്റേ, റേഡിയേഷൻ, ഇവയൊക്കെ ഒഴിവാക്കുക. പുകവലി, മദ്യം, പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ, വിഷാംശങ്ങൾ, പിന്നെ നൈട്രേറ്റ് റിച്ച് ആയ ആഹാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ കലോറി നിയന്ത്രണം ഉണ്ടാവണം. പ്രോട്ടീൻ ആഹാരം മിതപ്പെടുത്തുക.
വ്യായാമം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ HIIT എക്സസൈസുകൾ നമ്മൾ കൂടുതൽ ചെയ്യുക. പിന്നെ കൂടുതൽ തണുപ്പേൽക്കുക, കൂടുതൽ ചൂടേൽക്കുക. പിന്നെ ഔഷധപരമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം NMN അനുബന്ധം. പിന്നെ NMN അനുബന്ധത്തിന്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ് NAD അളവ് വീണ്ടെടുക്കൽ പുനഃസ്ഥാപനം. സിർട്ടിൻ പ്രവർത്തനം ഉത്തേജിപ്പിക്കൽ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. നിഗമനവും ഭാവിയും. വാർദ്ധക്യത്തിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, എന്നാൽ എപ്പിജീനോമാണ് ജൈവികമായ പ്രായത്തെ നിർണ്ണയിക്കുന്നത്. പിന്നെ നമ്മളെ ഏജിങ് റിവേഴ്സ് ചെയ്യാനുള്ള പല പല മാർഗങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മിക്കതിനും അർബുദത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഭാവിയിൽ അത് നടക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഗ്രന്ഥസൂചക. നന്ദി, നമസ്കാരം. സാർ